ഇതൊന്ന് കണ്ടോക്കാം നിങ്ങൾ. വല്ലാത്തൊരു വേദനിപ്പിക്കുന്ന സംഭവം തന്നെയാണത്. മുഅ്മിനീങ്ങളെ, നമ്മുടെയൊക്കെ മാതാപിതാക്കൾക്ക് അള്ളാഹു ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് അള്ളാഹു ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ അടുത്ത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചൊരു സംഭവമാണ്. തൻ്റെ പിതാവ് വൃദ്ധസദനത്തിലാണ്. ഒരു പിതാവ് മക്കൾ ജീവിച്ചിരിക്കുമ്പോൾ വൃദ്ധസദനത്തിലാവണമെങ്കിൽ നിങ്ങളൊന്ന് അവസ്ഥ ആലോചിച്ച് നോക്കണേ. അങ്ങനെ ആയിരിക്കെ, പിതാവ് വൃദ്ധസദനത്തിലായിരിക്കെ അവിടെ നിന്നും മരണപ്പെട്ടിട്ട് 5100 രൂപ മക്കൾ അയച്ചു കൊടുക്കുന്നു. എന്തിന്? ഈ പിതാവിൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടി. നിങ്ങളൊന്ന് അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണേ. പടച്ചോനെ, നമ്മളെ ശവസംസ്കാരത്തിന് വേണ്ടിയിട്ട് 5100 രൂപ അയച്ചു കൊടുക്കുകയാണ് വൃദ്ധസദനത്തിൽ നിന്നും മരണപ്പെട്ട പിതാവിന് വേണ്ടിയിട്ട്. ഞാനിങ്ങനെ ആലോചിച്ച് പോയി, പടച്ചോനെ, എന്താ നമ്മളെ ലോകത്തിൻ്റെ അവസ്ഥ? എവിടേക്കാണ് നമ്മുടെ ലോകം പോണത്? അതൊന്ന് ആലോചിച്ച് നോക്കുകയാണെ. സ്വന്തം പിതാവല്ലേ, എത്ര കഷ്ടപ്പെട്ട് വളർത്തിയതാവും ആ മക്കളെ. നമ്മളൊക്കെ മാതാപിതാക്കൾ ഇന്നിപ്പോൾ നമ്മൾ ഈ കാണുന്ന നിലയിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്കൊരു ജീവിതം ഉണ്ടായിരുന്നു അല്ലേ? നമുക്ക് നടക്കാൻ കഴിയാത്ത, സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ കഴിയാത്തൊരു കാലം. നമുക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങിത്തരാനും ഇഷ്ടപ്പെട്ട കളിപ്പാട്ടം നെഞ്ചോട് ചേർത്ത് പിടിച്ച് നമ്മളെ കൊണ്ട് നടന്ന നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, അവരൊക്കെ അല്ലേ നമ്മൾ സ്നേഹിക്കേണ്ടത്? അവർക്ക് വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കേണ്ടത്? മുഅ്മിനീങ്ങളെ, അവരെന്ത് തെറ്റ് ചെയ്തിട്ട് ആരാണ് അവരെ നോക്കാനുള്ളത്? എനിക്ക് 2 മക്കളുണ്ട്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും മക്കളില്ലേ? നമ്മൾ മക്കളെ വളർത്തുന്നത് തന്നെ നമുക്കൊരു പ്രതീക്ഷയില്ലേ? നമ്മുടെ മക്കൾ നമ്മളെ സ്നേഹിക്കും. നമ്മുടെ മക്കളെ കണ്ണ് നിറയുന്നത് നമുക്ക് സഹിക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ ഭാര്യയെ എപ്പോഴും ചീത്ത പറയും. എന്തിനെന്നറിയും? എൻ്റെ മക്കൾ കരയുന്നത് കണ്ടാൽ, അവൾ മക്കളെ ചീത്ത പറഞ്ഞാലോ അടിക്കുമ്പോഴോ എനിക്കത് ഇഷ്ടമല്ല. ഞാൻ ചീത്ത പറയും അവളെ. നമ്മുടെ മക്കളെ കണ്ണൊന്ന് നിറയുന്നത് പോലും നമുക്ക് സഹിക്കുന്നില്ല മുഅ്മിനീങ്ങളെ. ആ സമയത്ത് ഒരു സ്വന്തം അച്ഛൻ്റെ ശവസംസ്കാരം, അവർ ചിലപ്പോൾ, ഞാൻ അവരെ കുറ്റം പറയുന്നില്ല, കാരണം അവർ ചിലപ്പോൾ തിരക്കായത് കൊണ്ടാവാം അല്ലേ? കാരണം അച്ഛൻ മരിച്ച അച്ഛനെ കാണാൻ വരാനോ പറ്റിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ എന്തെങ്കിലും തിരക്ക്, ഭക്ഷണം കഴിക്കുക, അവരതിൽ പറയുന്നുണ്ട് ഭക്ഷണം കഴിക്കാനും കുളിക്കാനൊക്കെ ഉണ്ട്. ബിസിനസ്സുകാരാവും, പണം ഉണ്ടാക്കാനുള്ള ഓട്ടത്തിലാവും. ഒരു പക്ഷേ നമുക്കവരെ കുറ്റം പറയാൻ പറ്റൂല. പറ്റുമോ നിങ്ങൾക്ക്? തോന്നുന്നു കുറ്റം പറയാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല കുറ്റം പറയാൻ പറ്റുന്നുണ്ട്. അവർ കുറ്റം പറയൊന്നും വേണ്ട, കാരണം അവർ സമയം കിട്ടാത്തതുകൊണ്ടായിരിക്കും ആ പാനിമാനി നോക്കാത്തത്. പക്ഷേ ഇവിടെയാണ് നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കേണ്ടത്. നമ്മുടെ ഖുർആനിലും ഹദീസുകളിലും വ്യക്തമായിട്ട് നമുക്കതിന് വേണ്ട എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. മാതാപിതാക്കളെ എങ്ങനെ നോക്കണം, തൻ്റെ മാതാവിൻ്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ച സുന്ദര മതമാണ് നമ്മുടെ ഇസ്ലാം. മുഅ്മിനീങ്ങളെ, ഞാനൊരു കാര്യം പറയട്ടെ. കണ്ണുള്ള കാലം അത്രയും നമുക്ക് മാതാപിതാക്കളുടെ വില അറിയില്ല. അത് നഷ്ടപ്പെട്ടു പോകുമ്പോഴേ അതിൻ്റെ വേദന മനസ്സിലാവും. ഈ വീഡിയോ കാണുന്ന, എൻ്റെ ശബ്ദം കേൾക്കുന്ന വാപ്പയും ഉമ്മയും ഇല്ലാത്ത, അല്ലെങ്കിൽ വാപ്പയില്ലാത്ത, അല്ലെങ്കിൽ ഉമ്മയില്ലാത്ത എത്ര ആളുകൾ ഇന്ന് അവരെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടുന്നുണ്ട്. അവരെ കൂടെ ഒരു ദിവസമെങ്കിലും സ്പെൻഡ് ചെയ്യാൻ വീണ്ടും കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്ന എത്ര ആളുകൾ, മക്കളുണ്ട്. ആ സമയത്താണ്, വൃദ്ധസദനത്തിലാണ് ആ അച്ഛൻ കഴിഞ്ഞിരുന്നത്. ആരും നോക്കാനില്ലാത്ത സ്ഥലത്ത് വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുന്ന മക്കൾ, ആരും നോക്കാനില്ലാത്തവരാണ് വൃദ്ധസദനത്തിൽ ഉണ്ടാവുക. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇതിനപ്പുറം നമ്മളിനി കാണാനിരിക്കുന്നു. വരാൻ പോകുന്നത് വലിയ ദുരന്തത്തിൻ്റെ കാലമാണ്. കാലം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ പലതും കാണേണ്ടി വരും. നമ്മൾ കാണുന്നില്ലേ, സ്വന്തം അച്ഛൻ മക്കളെ കൊല്ലുന്നു, സ്വന്തം മക്കൾ അച്ഛനെ കൊല്ലുന്നു, അല്ലെങ്കിൽ മാതാപിതാക്കളെ കൊല്ലുന്നു. സ്വന്തം മകൻ ലഹരിക്കടിമപ്പെട്ട് മാതാപിതാക്കളെ വെട്ടിക്കൊന്ന കഥകൾ നമ്മൾ കേട്ടിട്ടില്ലേ? നമ്മളെ നാട് വളരെ പ്രയാസത്തിലാണ് മുഅ്മിനീങ്ങളെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഞാനിങ്ങനത് വായിച്ചപ്പോഴേ
ഇർബദ് മീഡിയയിലെ കൂട്ടുകാരോടൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ആരും നിങ്ങളെ മാതാപിതാക്കളെ വേദനിപ്പിക്കരുത് കേട്ടോ. ആരും നിങ്ങളെ മാതാപിതാക്കളെ വേദനിപ്പിക്കരുത്. അവർ നമ്മളോട് എന്ത് ചെയ്താലും നിങ്ങൾ അവരെ വേദനിപ്പിക്കാൻ പോകലിട്ടോ മുത്തു മുഅ്മിനീങ്ങളെ. കാരണം ദുനിയാവും നഷ്ടപ്പെടും, ആഖിറവും നഷ്ടപ്പെടും. എൻ്റെ മുത്തു മുഅ്മിനീങ്ങളോട് ഇർബദ് മീഡിയ ചാനലിലൂടെ വീഡിയോ കാണുന്ന എല്ലാവരോടും കൂടി എനിക്ക് പറയാനുള്ളതാണ്, ദയവ് ചെയ്ത് നിങ്ങളെ മാതാപിതാക്കളെ നിങ്ങൾ വേദനിപ്പിക്കരുത്. നമ്മളോട് പറഞ്ഞിട്ടില്ലേ, അവരോട് ചേ എന്നൊരു വാക്ക് പോലും പറയാൻ പാടില്ല. അവർ ചിലപ്പോൾ നമ്മളെ വേദനിപ്പിക്കും, അവർ ചിലപ്പോൾ നമ്മളെ ശിക്ഷിക്കും, അവർ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്തതൊക്കെ പറയും, ചെയ്യും, കാണിക്കും. പക്ഷെ നമ്മൾ തിരിച്ച് ചെയ്യരുത് കേട്ടോ. ഒരിക്കലും നമ്മളിത് ചെയ്യരുത്. നമ്മൾ നമ്മളെ മാതാപിതാക്കളോട് എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതിനേക്കാൾ ഡബിൾ ഇരട്ടിയായിട്ട് ഈ ദുനിയാവെന്ന് അനുഭവിക്കാതെ നമ്മൾ പോവില്ല. അതിലൊരു സംശയവുമില്ല, അതിലൊരു സംശയവുമില്ല മുഅ്മിനീങ്ങളെ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് സ്വർഗം കൊടുക്കട്ടെ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ആളുകളുടെ മാതാപിതാക്കൾ ഖബറിലാണെങ്കിൽ അള്ളാഹു അവരെ മണിയറയാക്കി കൊടുക്കട്ടെ. ഏതായാലും വല്ലാത്തൊരു കാഴ്ചയായിപ്പോയി. അള്ളാഹു ഇത്തരം പ്രയാസങ്ങളെ തൊട്ട് കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മക്കളെ നല്ല രീതിയിൽ വളർത്തിയിട്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. സ്നേഹിച്ചാൽ മാത്രം പോരാ, അവരെ കഷ്ടപ്പാട് അറിയിക്കണം. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ മക്കളെ നമ്മൾ നോക്കിയത് എന്നുള്ളതും കൂടി അവരെ അറിയിക്കണം. അല്ലെങ്കിൽ ആ നോക്കിയതിനൊരു വില ഉണ്ടാവില്ല. നമ്മൾ ആ നോക്കിയതിനും ഒരു വില ഉണ്ടാവില്ല. നമ്മളെ ഓരോ നോട്ടവും, നമ്മൾ അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട യാതനകളൊക്കെ നമ്മൾ അവരെ അറിയിക്കണം. മുഅ്മിനീങ്ങളെ, കഷ്ടപ്പെട്ടിട്ടാണ് ആ മക്കളെ നോക്കിയിട്ടുള്ളത് എന്ന് അവരെ അറിയണം. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മുടെ മക്കളൊക്കെ നന്നാക്കി തരട്ടെ ഇൻഷാ അല്ലാഹ്. സാധാരണ അമലാണ് ചെയ്യാറുള്ളത്. ഈ ഒരു വിഷയം കണ്ടപ്പോൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ആരുടെ അടുത്തുനിന്നും അങ്ങനെ ഉണ്ടാവരുത് കേട്ടോ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നമ്മളൊക്കെ അള്ളാഹു നന്നാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.